ഹലോ, ഇതിപ്പോൾ നമ്മുടെ സ്കിൻ കെയർ ഓയിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 1/2 ലിറ്റർ ആട്ടിയ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ബീട്രൂട്ടും അതുപോലെ തന്നെ ക്യാരറ്റും കൂടി നല്ലോണം അരച്ചെടുത്തിട്ട്, വെള്ളം ചേർക്കാതെ ആട്ടോ അരച്ചെടുക്കുന്നത്, വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത് അത് എണ്ണയിലിട്ട് നന്നായിട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചും കൂടി ആവാനുണ്ട്. ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മഞ്ചിഷ്ട പൊടിയും അതുപോലെ തന്നെ രക്തചന്ദനും മറ്റു ആയുർവേദ മരുന്നുകളും കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മറ്റു മരുന്നുകളും കൂടി ആഡ് ചെയ്യാനുള്ള ആ ഒരു പരിവമായിട്ടുണ്ട്. നമുക്കപ്പോൾ അതിലേക്ക് മഞ്ചിഷ്ടയും അതുപോലെ തന്നെ മറ്റ് മരുന്നുകളെല്ലാം കൂടി നമുക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഓയിലാണ് ഇത് ചെയ്ത് കാണിക്കുന്നത്. കുറേ പേര് നമ്മളോട് ചോദിച്ചു, നമ്മുടെ പ്രസിമ സ്കിൻ കെയർ ഓയിൽ ഉണ്ടാക്കുന്നതൊന്ന് കാണിക്കാവോ, വീഡിയോ ഒന്ന് കാണിക്കാവോ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലേക്ക് മറ്റു മരുന്നുകളൊക്കെ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആഡ് ചെയ്തിട്ട് ഇനി ഇതൊന്ന് പാകമായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. നമുക്ക് നോക്കാവേ, ഒരു 5 മിനിറ്റോളം നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട് കേട്ടോ. ചെറു തീയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ കുറച്ച് ഓയിലിൽ കാണിച്ചു തരുന്നത്. നമ്മൾ ബൾക്കായിട്ട് ചെയ്യുമ്പോൾ നമ്മൾക്കത് വീഡിയോ എടുക്കാനും അതുപോലെ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കാണിച്ചു തരുന്നത്. നമുക്കിതിന് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരയ്ക്ക് നമുക്കിതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. എണ്ണ കുറച്ച് നന്നായിട്ട് തെളിയാനുണ്ട്. മരുന്നെല്ലാം അതിലേക്ക് ഊറിക്കഴിയുമ്പോൾ നമുക്ക് എണ്ണ തെളിഞ്ഞ് കിട്ടുവേ. കുറച്ചുകൂടെയൊക്കെ കുറച്ച് നമ്മൾ പൊടിയെല്ലാം ഇട്ടപ്പോൾ കുറച്ച് അതിൻ്റെ കയ്യിലൊക്കെ പറ്റിപ്പിടിച്ചു. അതൊന്ന് നമുക്ക് കൊടുക്കാം. ഇതൊന്ന് ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മരുന്നും ഓയിലും കൂടിയിട്ടൊന്ന് യോജിക്കുന്നത് വരെ നമുക്കിത് ചെറു തീയിലാണ് ഞാൻ ഗ്യാസ് കുറച്ചിട്ടുണ്ട്. ചെറു തീയിലാട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രസിമ സ്കിൻ കെയർ ഓയിൽ നമ്മുടെ മുഖത്തിടാനും അതുപോലെ തന്നെ കഴുത്തിലും കക്ഷത്തിലൊക്കെ നമുക്ക് തേച്ച് കുളിക്കുകയാണെങ്കിൽ നന്നായിട്ട് അവിടുത്തെ ബ്ലാക്ക് നിറമൊക്കെ പോകാനൊക്കെ നല്ലതാട്ടോ. കൂടാതെ നമുക്ക് മുഖത്തുണ്ടാകുന്ന ചുളിവ് പ്രായമായവർ ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് ആ ചുളിവെല്ലാം മാറിക്കിട്ടും. നമ്മുടെ മഞ്ചിഷ്ടയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം മഞ്ചിഷ്ടയും രക്തചന്ദനമൊക്കെ എന്തിനാണ് ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം നമ്മളിത് ഉപയോഗിക്കുകയാണെങ്കിൽ ഡെയിലി രാത്രി ഒരു 10 മിനിറ്റ് മുഖത്തും കഴുത്തിലും ചെവിയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റിന് ശേഷം കടലമാവ് ഉപയോഗിച്ച് കഴുകിക്കളയുകയാണെങ്കിൽ മുഖത്തിന് നല്ല കളറും അതുപോലെ തന്നെ നല്ലൊരു ഭംഗിയും കിട്ടും കേട്ടോ. നമ്മുടെ കറുപ്പെല്ലാം മാറി നല്ലൊരു ഭംഗി കിട്ടാനുള്ള ഒരു സ്കിൻ കെയർ ഓയിലാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓയിൽ ഇതേ പാകമായി വന്നുകൊണ്ടിരിക്കുക കേട്ടോ. എന്ത് മണമെന്നറിയോ, നല്ല മണം കേട്ടോ വരുന്ന രക്തചന്ദനത്തിൻ്റെയും അതുപോലെ തന്നെ വെള്ളച്ചന്ദനത്തിൻ്റെയും ബീട്രൂട്ടും അതുപോലെ ക്യാരറ്റും അതിൻ്റെയൊക്കെ നല്ല മണം കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കസ്തൂരി മഞ്ഞളുടെ പൊടിയൊക്കെയാണ് ഇതിൽ ചേർക്കുന്നത് കളർ വയ്ക്കാനൊക്കെ ആയിട്ട്. അതിന് നല്ലൊരു മണം തന്നെ അത് നന്നായിട്ട് ഓയിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ചും കൂടി ഒന്ന് ആവാനുണ്ട്. നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അത് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ. കണ്ടില്ലേ, എണ്ണ തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് ഏകദേശം നമ്മുടെ ഓയിൽ ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓയിലെല്ലാം ഒന്ന് തെളിഞ്ഞ് കറക്റ്റ് പാകമായിട്ട് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ എണ്ണ ഇവിടെ ആയിട്ടോ. സ്കിൻ കെയർ ഓയിൽ ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം. അതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റാം കേട്ടോ. നമ്മൾ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ സ്കിൻ കെയർ ഓയിലൊന്ന് അരിച്ചെടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് കംപ്ലീറ്റ് അരിച്ച് കഴിയുമ്പോൾ നമുക്ക് തണുക്കാൻ വെക്കാവേ. നമ്മുടെ സ്കിൻ കെയർ ഓയിൽ നമ്മളിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. രാത്രിയാണ് കേട്ടോ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണേ. അതുകൊണ്ട് ഇതിൻ്റെ കളറൊന്നും നമുക്ക് കറക്റ്റായിട്ട് വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല. ഇതാണ് നമ്മുടെ സ്കിൻ കെയർ ഓയിൽ. കുറച്ചും കൂടി അരിക്കാനുണ്ട് കേട്ടോ. കുറച്ചും കൂടി അതിൻ്റെ ബാക്കി അരിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം കൂടി ബാക്കിയൊക്കെ അരിച്ചെടുത്ത് നമ്മളൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ബോട്ടിലേക്ക് മാറ്റുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ബായ്.